ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത്. വിഷയം പൊതുവേ നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആശയങ്ങളുണ്ടെങ്കിലും ഫാർ റൈറ്റ്, മിഡിൽ, സെൻറ്റർ റൈറ്റ്, സെൻറ്റർ ലെഫ്റ്റ്, ഫാർ ലെഫ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിലെല്ലാം പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസം ആ വാക്കിൽ തന്നെയുണ്ട്. കമ്മ്യൂണിറ്റി, കമ്മ്യൂൺ, ഇതെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും ഒരു യൂണിറ്റി, അഥവാ നമ്മൾ സൊസൈറ്റിയിൽ താമസിക്കുന്ന ആ ഒരു അന്തരീക്ഷം, അതിലുണ്ടാക്കേണ്ട ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും എന്നുള്ള തരത്തിൽ അന്ന് ജീവിച്ചിരുന്ന ജനങ്ങളിൽ, ഞാൻ പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ, അതായത് 1800-കളിൽ പൊതുജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഇങ്ങനൊരു മഹത്തരമായ ഒരു ആശയമുണ്ട്, ഈ ആശയത്തിൽ നമ്മൾ ശക്തമായി വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം ഉന്നതിയിലേക്ക് എത്തുമെന്നുള്ള രീതിയിലുള്ള റോങ് പ്രോമിസൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി ആയിരുന്നു കമ്മ്യൂണിസം. പലർക്കും ഞാനിത് പറയുമ്പോഴത്തേക്കും ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവിൽ കാണേണ്ട, തികച്ചും ഇതൊരു അക്കാഡമിക് സ്റ്റഡി അല്ലെങ്കിൽ ഒരു തിയറി പേഴ്സ്പെക്റ്റീവിൽ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് നിങ്ങൾ പോയി പരതി നോക്കി വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് തന്നെ കണ്ടെത്താൻ കഴിയും. അല്ലാതെ വേറൊന്നും അതിനകത്ത് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഇത് ഓൾറെഡി ഡോക്യുമെൻറ്റഡ് ആണ്. കാരണം ആദർശം കൊണ്ട് അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ആശയത്തിൽ ഊന്നി അടിയുറച്ച് നിൽക്കുന്ന ആ രീതിയല്ല. ഇത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആശയത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ എനിക്ക് ഡിസഗ്രി ചെയ്യേണ്ടി വന്ന കുറേ വിഷയങ്ങളാണ് ഞാനിവിടെ കോട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാർൽ മാർക്സിനെ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാർൽ മാർക്സും പുള്ളിയുടെ കൂട്ടുകാരനായിട്ടുള്ള ഫ്രെഡറിക് എംഗൽ, ഈ രണ്ട് പേരാണ് മൂലധനം, ആ റൈറ്റിങ്സിൻ്റെ പുറകിലുള്ള വ്യക്തികൾ, ആ എഴുത്തിൻ്റെ പുറകിലുള്ള വ്യക്തികൾ. ഓക്കെ, കാർൽ മാർക്സ് ജനിക്കുന്നത് 1818-ലാണ്. കാർൽ മാർക്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഫ്രഞ്ച് റവല്യൂഷനാണ്. ഫ്രഞ്ച് റവല്യൂഷൻ കാർൽ മാർക്സ് ജനിക്കുന്നതിന് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന 1789 വരെ, എൻ്റെ റീഡിങ്സ് ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്താണ് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ എന്തിനാണ് നടക്കുന്നത്? കിങ്ഡം ഓഫ് ഫ്രാൻസ്, ആ മൊണാർക്കി സിസ്റ്റത്തിനെ തകർത്തെറിഞ്ഞുകൊണ്ട് അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന റെവല്യൂഷനാണ് ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, അത് ഫ്രഞ്ച് റവല്യൂഷൻ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ്. അതിലേക്കല്ല നമ്മൾ പോകുന്നത്. പക്ഷേ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ചരിത്രം വായിച്ച് മനസ്സിലാക്കുന്ന കാർൽ മാർക്സ് തികച്ചും ക്യാപിറ്റലിസത്തിനെ ബ്ലൈൻഡായിട്ട് എതിർക്കുന്നുണ്ട്. അതായത് ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അന്ന് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മൊണാർക്കി സിസ്റ്റത്തിൽ ഒരു രാജാവ് ഉണ്ടാകുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ് പവറും രാജാവിൽ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇതെല്ലാം തന്നെ ക്യാപിറ്റലിസം പ്രവർത്തിക്കുന്ന മാതൃകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ തച്ചുടച്ചുകൊണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ എങ്ങനെയാണോ ഡെമോക്രസിയിലേക്ക് മാറിയത്, അതേപോലെ ഒരു പുതിയ മാറ്റം, അതാണ് കാർൽ മാർക്സ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, കാർൽ മാർക്സിന് ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട്. ആ പിഴവുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ പിഴവുകളല്ല. ആ പിഴവുകൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആ ഒരു ആശയം തന്നെ തകർച്ചയിലേക്ക് പോകാനും, കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യം പോലും മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റാതെ ബാങ്ക്രപ്സിയിലേക്ക് പോവുകയും, അതുപോലെ തന്നെ നിരവധി ഡിക്റ്റേറ്റേഴ്സിനെ, സർവാധികാരികളെ സൃഷ്ടിക്കുന്ന ഒരു ആശയമായി മാറുകയാണ് ഉണ്ടായത്. പലരും നമ്മൾ ഈ വിഷയം പറയുമ്പോഴത്തേക്കും ചൈനയായിരിക്കും ഇവിടെ എടുത്തുകൊണ്ട് വരുന്നത്. ചൈന കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്നുണ്ട്, അത് മികച്ച രീതിയിൽ മുന്നോട്ട് പോയില്ല എന്ന് ചോദിച്ചാൽ ചൈന നടത്തിയത് എന്താണെന്നുള്ളത് നമ്മൾ വഴിയെ പറയാം. ചൈനയുടെ കമ്മ്യൂണിസത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന ടെർമിനോളജി, ബൂർഷ്വാസികൾ. എന്താണ് ബൂർഷ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ഒരുപാട് സ്ഥലം, ലാൻഡ് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഒരു മുതലാളി വലിയ രീതിയിൽ പണമുണ്ടാക്കുന്നത്, ഇവരെയാണ് ബൂർഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൂർഷകൾക്കെതിരാണ് കമ്മ്യൂണിസം. ഇതെങ്ങനെയാണ് ബൂർഷകൾക്കെതിരായത്? ഇവിടെ കാർൽ മാർക്സ് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം എന്താണെന്ന് പറഞ്ഞാൽ, കാർൽ മാർക്സ് ഒരു വിഷയം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ആ ഒരു യുവത്വം നിറഞ്ഞ കാലഘട്ടത്ത് ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, അഗ്രികൾച്ചറിൽ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതേസമയം നിരവധി മുതലാളിമാർ കമ്പനികൾ നടത്തുന്നുണ്ട്, ആ കമ്പനികൾ ത്രൂ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഹ്യൂമൻസ് ആണ് അവിടെയൊക്കെ പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ 1800-കൾ കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മിഷനറീസ് ഈ മേഖലയിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അതായത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പനി മുതലാളികൾ മിഷനറീസ് ഇൻവോൾവ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ലേബർ വർക്ക് ഫോഴ്സ്
കുറയ്ക്കപ്പെടുന്നു. കൺസേൺ നമ്പർ 1. രണ്ടാമത്, ആ കാലയളവിലാണ് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കപ്പെടുന്നത്. സ്റ്റീം എഞ്ചിൻ്റെ കടന്നുവരവോടുകൂടി റെയിൽ നെറ്റ്വർക്കുകൾ, റെയിൽ ഗതാഗതം, ഇതൊക്കെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് അതിലൂടെ ഏറ്റവും വേഗത്തിൽ ചരക്ക് ഗതാഗതം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ, ധാന്യങ്ങൾ, അതേപോലെ ഫാക്ടറി പ്രോഡക്ട്സ്, ഇതെല്ലാം തന്നെ വളരെ ഫാസ്റ്റായിട്ട് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. കമോഡിറ്റി വളരെ എളുപ്പത്തിൽ നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ ഫാക്ടറി ഓണേഴ്സ്, അതേപോലെ ഈ ലാൻഡ് ലോർഡ്സ്, സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഓണേഴ്സ്, ഇവർ വലിയ രീതിയിൽ കാശുണ്ടാക്കുന്നു, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നു. അപ്പം ഇതിൽ കൃത്യമായിട്ട് കാർൽ മാർക്സ് മെൻഷൻ ചെയ്യുന്നത്, കഴിഞ്ഞ 100 വർഷം കൊണ്ട് സമ്പാദിക്കാത്ത അത്രത്തോളം സമ്പാദ്യം ഈ കാലഘട്ടത്തിലുള്ള മുതലാളിമാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഈ മുതലാളിമാർ പൈസ ഉണ്ടാക്കുന്നതിനോടുള്ള വിയോജിപ്പ് അത് കൃത്യമായിട്ട് കാർൽ മാർക്സ് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതിന് പുള്ളിക്കാരൻ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് ചിലവാകുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ 150 രൂപയ്ക്കാണ് എത്തിക്കുന്നത്. സോ 150 രൂപയ്ക്ക് വിൽക്കുന്ന ആ പ്രോഡക്റ്റ് 100 രൂപ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, 10 രൂപയാണ് ശമ്പളത്തിന് വേണ്ടി കൊടുക്കുന്നത്, ബാക്കി 40 രൂപ വലിയൊരു ഷെയർ ആ കമ്പനി ഉടമ സ്വന്തമാക്കുന്നു. എവരെയാണ് ബൂർഷ എന്ന് വിളിക്കുന്നത്. അത് കൃഷിയിലായിക്കോട്ടെ, വലിയ രീതിയിൽ സ്ഥലം കൈവശപ്പെടുത്തി വെച്ചിട്ട് കൃഷി നടത്തി ഇതേപോലെ തൊഴിലാളിക്ക് തുച്ഛമായ വേതനം കൊടുക്കുന്ന ആളിനെയും കാർൽ മാർക്സ് ഇതേ ബൂർഷ എന്നുള്ള ആ ഒരു പൊസിഷനിലാണ് കൊണ്ടു നിർത്തുന്നത്. ഓക്കെ, ഇതൊക്കെ കമ്മ്യൂണിസത്തിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കിതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നല്ല കാര്യങ്ങളാണ്. എല്ലാം പറഞ്ഞിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആശയം തന്നെ പരാജയമാണ്. അങ്ങനെ ഒരു ഈക്വൽ ആയിട്ടുള്ള, തുല്യത വരുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി നടക്കത്തില്ല, ഈ ലോകത്ത് നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് കാർൽ മാർക്സ് സാലറീഡ് എംപ്ലോയ്മെൻറ്റിനെ എതിർക്കുകയാണ്. കാർൽ മാർക്സ് ഓപ്പൺ ആയിട്ട് തന്നെ എതിർക്കുന്നുണ്ട് സാലറീഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് സാലറീഡ് എംപ്ലോയ്മെൻറ്റ് ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണെന്നാണ് പറയുന്നത്. കാർൽ മാർക്സ് 2 ആയിട്ടാണ് കാറ്റഗറി ചെയ്യുന്നത്, ഓപ്രസ്ഡ് ആൻഡ് ഓപ്രസർ. ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഓപ്രസ്ഡ് ആൻഡ് ഓപ്രസർ. അത് ചൂഷണം ചെയ്യുന്നവൻ, ചൂഷണം ചെയ്യപ്പെടുന്നവൻ, ഈ 2 കാറ്റഗറിയേ ഉള്ളൂ. അപ്പോൾ ചൂഷണം എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് ഇവിടെ കാർൽ മാർക്സ് എടുത്തു വെക്കുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ഐഡിയോളജി. അതിനപ്പുറത്തേക്കൊരു ഐഡിയോളജിയെക്കുറിച്ച് കാർൽ മാർക്സ് പറയുന്നില്ല. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വൽ വ്യക്തി സ്വന്തമായിട്ട് ആവശ്യത്തിലധികം ലാൻഡ് കൈവശം വയ്ക്കാൻ പാടില്ല. അതുപോലെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തി ഒരുപാട് പണം സമ്പാദിക്കുന്ന രീതിയിലുള്ള ഒരു ഫാക്ടറി ഓണറായിട്ട് മാറാൻ പാടില്ല, തൊഴിൽ ദാതാവായിട്ട് മാറാൻ പാടില്ല. ഇന്നത്തെ ഒരു കാലഘട്ടവുമായിട്ട് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാർൽ മാർക്സ് ശക്തമായിട്ട് ക്യാപിറ്റലിസത്തിനെ എതിർക്കുന്നുണ്ട്. ക്യാപിറ്റലിസം ഇല്ലാതെ എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്? അതിന് കാർൽ മാർക്സിന് വേറെ ചില സിദ്ധാന്തങ്ങളുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കൈരളി TV എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഒരു ചാനൽ 2000 ഓഗസ്റ്റ് മാസം ചിങ്ങം 1 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൈരളി TV ലോഞ്ച് ചെയ്ത സമയത്ത് ഇത് പ്രത്യേക ഒരു പാർട്ടിയുടെ ചാനലാണെന്ന് ഒഫീഷ്യലി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് CIT ഉൾപ്പെടെയുള്ള പല ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂലധനം, ക്യാപിറ്റൽ എവിടെ നിന്നാണ്? കൈരളി TV ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു TV ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മൂലധനം ആവശ്യമുണ്ട്. 100 കോടിയോളം മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിങ്ങിൽ ഗ്യാരണ്ടി കൊടുക്കണം, എന്നാലേ ഒരു ചാനൽ, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് TV ചാനൽ ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ പണം എവിടെ നിന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, ഒരുപാട് പബ്ലിക് ഫണ്ട്, അതായത് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ച്, ഇൻക്ലൂഡിങ് NRI ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ക്രൗഡ് ഫണ്ടിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം ആ രീതിയിൽ. പക്ഷേ ഇവർക്കാർക്കും കൈരളി TV ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. ഇന്ത്യയിലുള്ള നിയമം അനുസരിച്ചിട്ട് ഡിവിഡൻഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബോർഡ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ട് ആ ബോർഡ് റെസൊല്യൂഷനിൽ ഡിവിഡൻഡ് കൊടുക്കാം എന്നുള്ള രീതിയിൽ തീരുമാനമെടുക്കണം. തീരുമാനമെടുത്ത് പാസ്സാക്കി കഴിഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കാം. ഈ കൈരളി TVക്കെതിരെ ഡിവിഡൻഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിരവധി കേസുകൾ പണ്ട് തന്നെ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതൊരു സൈഡിലിരിക്കട്ടെ. കാരണം ഇത് കമ്മ്യൂണിസത്തിൻ്റെ പരാജയമാണ്. കാരണം ഏതെങ്കിലും ഒരു തൊഴിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ മൂലധനം വേണം, ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ ഇല്ലാതെ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ ആശയം എന്താണ്? ഇവർ ക്യാപിറ്റലിസത്തിന് എതിരാണ്. പക്ഷേ ക്യാപിറ്റൽ ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. കംപ്ലീറ്റ് ഇരട്ടത്താപ്പിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ കമ്മ്യൂണിസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ കാർൽ മാർക്സ് പറയുന്നത് കമ്മ്യൂണിസം ഒരു സ്ഥലത്ത് മാത്രം നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു ആശയമല്ല, അത് ലോകമെമ്പാടും പരന്ന് വിരിഞ്ഞ് എക്സ്പോസ്ഡ് ആവേണ്ട ഒരു സംഗതിയാണെന്നുള്ളതാണ് കാർൽ മാർക്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോ വൺ ക്യാൻ ഗെയിൻ മോർ മണി, മോർ ഇൻഫ്ലുവൻസ്, മോർ പവർഫുൾ, എനിത്തിങ്, ഒന്നും തന്നെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഉണ്ടാവാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസം പറയുന്നത്.
പക്ഷേ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ രാജ്യങ്ങളിലും ഡിക്റ്റേറ്റേഴ്സ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചൈനയിലെ ഷീ, അതുപോലെ റഷ്യയിൽ പുടിൻ, വെനിസുലയിൽ ഉണ്ടായിരുന്ന നിക്കോളാസ് മദ്രാവോ. ഹിസ്റ്ററി ചകഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള ഡിക്റ്റേറ്റേഴ്സിൻ്റെ പേരുകൾ നമുക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയും. അവരെല്ലാം ഈ കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കാറൽ മാർക്സ് ഞാൻ പറഞ്ഞതുപോലെ ബൂർഷകളെ എതിർത്തിരുന്ന വ്യക്തിയാണ്. ഈ ബൂർഷകൾ എന്ന് വിളിക്കുന്നതിൻ്റെ 2 കാറ്റഗറി ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചായിരുന്നല്ലോ. അവരാണ് ബൂർഷകൾ. പൈസ ഉണ്ടാക്കിയ ബൂർഷകളാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ബൂർഷകളൊക്കെ നമുക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും. അദാനി, അംബാനി, ലുലു ഗ്രൂപ്പ്, പല പേരുകളും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും. കാറൽ മാർക്സ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കച്ചവടം നടത്തി അതിലൂടെ ലാഭമുണ്ടാക്കുന്നവൻ്റെ ആ ലാഭത്തിനെയും, അതേപോലെ ഒരു 10,000 പേര് തൊഴിലാളികളായിട്ട് പണിയെടുക്കുന്ന ആ ഫാക്ടറിയിലെ തൊഴിലാളികളെ മുതലാളിയുമായിട്ട് കമ്പയർ ചെയ്ത് മുതലാളിയുടെ വരുമാനത്തിനെയും തൊഴിലാളിയുടെ വരുമാനത്തിനെയും അതിലേക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ വലിയ ഗ്യാപ്പിനെ പെരുപ്പിച്ച് കാണിച്ച് അതിനെ മാർക്കറ്റ് ചെയ്ത് അതിലൂടെയാണ് കമ്മ്യൂണിസത്തിനെ വിറ്റത്. തൊഴിലാളിയും മുതലാളിയും എങ്ങനെയാണ് ഈക്വൽ ആവാൻ പറ്റുന്നത്? അപ്പോൾ സാലറീഡ് എംപ്ലോയ്മെൻറ്റ് ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണെന്നാണ് കാറൽ മാർക്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മുതലാളി സമ്പാദിക്കുന്ന എല്ലാ പണവും ഡിവിഡൻഡ് എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് ഈ തൊഴിലാളികൾക്ക് എത്തിക്കണം എന്നാണ് കാറൽ മാർക്സ് പറയുന്നത്. അതെവിടെയെങ്കിലും നടക്കുമോ? പിന്നെ എങ്ങനെയാണ് ഈ ഫാക്ടറി എക്സ്പാൻഷൻ നടക്കാൻ പോകുന്നത്? അതിനുള്ള മൂലധനം എവിടെ നിന്ന് കണ്ടെത്തും? ഇത് ശരിക്കും പറഞ്ഞാൽ കാറൽ മാർക്സിൻ്റെ ആ ഒരു ഇടുങ്ങിയ മാനസികാവസ്ഥ അതാണ് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് ഈ കമ്മ്യൂണിസം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത് ഐറ്റം പ്ലസ് ലേബർ, ആ തൊഴിലാളിയുടെ അധ്വാനം, അത് രണ്ടും ചേർന്നതാണ് ആ പ്രോഡക്റ്റിൻ്റെ വില എന്നാണ് കാറൽ മാർക്സ് പറഞ്ഞു വെക്കുന്നത്. ഇത് തൊഴിലാളിയുടെ അധ്വാനമാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്നാണ് കാറൽ മാർക്സ് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റോ മുതലാളിയുടെ കോൺട്രിബ്യൂഷനോ ഫാക്ടറിയുടെ ഇൻവോൾവ്മെൻറ്റോ കാറൽ മാർക്സ് അവിടെ പറയാൻ മറക്കുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം പറയാതെ പോകുന്നു. മെറ്റീരിയലിസമാണ് പ്രധാനമായിട്ട് കാറൽ മാർക്സ് മുന്നോട്ട് വെക്കുന്നത്. ഇൻഡിവിജ്വൽ കനോട്ട് ഓൺ ദ കമ്പനി ഓർ ലാൻഡ് മീൻസ് പ്രോപ്പർട്ടി. അപ്പോൾ മറിച്ച് ഗവൺമെൻറ് അതിനെ ഏറ്റെടുക്കണം, ഗവൺമെൻറ് നടത്തണം എന്നാണ് കാറൽ മാർക്സ് പറയുന്നത്. സ്റ്റേറ്റ് നടത്തണം എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് എന്നുള്ള വാക്ക് കാറൽ മാർക്സ് നിരവധി ഏരിയകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രീ ട്രേഡ്, ഫ്രീ സെല്ലിംഗ്, അതേപോലെ ബൈയിങ്ങിനെ ടോട്ടലി അബോളിഷ് ചെയ്യുന്ന രീതിയിലാണ് കാറൽ മാർക്സ് പുള്ളിയുടെ ഫണ്ടമെന്റലിസം എല്ലാം തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാറൽ മാർക്സിന്റെ എക്കണോമിക് പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ് ഫെയിൽഡ് ആണ്. അത് പിന്നീട് തിരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൽ കൈകടത്തൽ നടത്തിക്കൊണ്ടോ മാത്രമാണ് കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ചൈന വേണമെങ്കിൽ പറയാം. കാരണം ചൈനയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളിലും ചൈനയുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഒരു പോസ്റ്റിലുണ്ടാവും നിശ്ചിത തോതിൽ. കമ്പനിയുടെ ടോട്ടൽ എംപ്ലോയ്മെൻറ്റിൻ്റെ ആനുപാതികത്തിൽ ചെറിയൊരു വിഹിതം എന്ന് പറഞ്ഞാൽ ഒരു 100 എംപ്ലോയീസ് ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരു 10 പേര് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരായിരിക്കും അവിടെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. അത് കമ്പനിക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല, അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ട് അവർക്കുള്ള ഡെസിഗ്നേഷൻ തീരുമാനിക്കും. എല്ലാ ചൈനീസ് കമ്പനികളിലും ഇത്തരത്തിൽ ഒരു പാർട്ടി റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരിക്കും. അതിലൂടെയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. ഡിക്റ്റേറ്റർഷിപ്പ് കമ്മ്യൂണിസത്തിലൂടെ ഏതൊക്കെ മാതൃകയിലാണ് അപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് കാറൽ മാർക്സിൻ്റെ എക്കണോമിക് പോളിസികൾ സമ്പൂർണ്ണ പരാജയമാകുന്നത്. അടുത്തതാണ് കാറൽ മാർക്സിൻ്റെ ഫാമിലി സ്ട്രക്ചറിനെ കൊലാപ്സ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഫാമിലി സെറ്റപ്പ്. അതായത് ഫാമിലി കൾച്ചർ ശരിക്കും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അസറ്റിനെ അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഓണറിനെ അല്ലെങ്കിൽ ഒരു മുതലാളിയെ അല്ലെങ്കിൽ ഒരു ബൂർഷകളെ സൃഷ്ടിക്കുന്ന ഏർപ്പാടാണ് ശരിക്കും ഈ ഫാമിലി സംവിധാനം. സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനും അത് മാനേജ് ചെയ്യാനും അത് നിലനിർത്തി കൊണ്ടുപോകാനുമാണ് ഫാമിലി സംവിധാനമുള്ളത്. ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഒരു സ്ഥലത്ത് അക്യുമുലേറ്റ് ആവാനും അത് ഒരു വ്യക്തി കേന്ദ്രീകരിച്ച് നിലനിർത്തി കൊണ്ടുപോകാനും അത് ഒരേ കുടുംബത്തിൽ തന്നെ തുടർന്ന് കൊണ്ടുപോകാനുമാണ് ഈ കുടുംബ സംവിധാനം സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് കാറൽ മാർക്സ് ഫാമിലി സെറ്റപ്പിനെ കുറിച്ച് പറഞ്ഞു വെച്ചത്. അതായത് ഈ ഡെമോക്രറ്റുകൾ അഥവാ തീവ്ര ഇടത് നിലപാടുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ പ്രൈഡ് കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ എവിഡൻസ് ആണ് നമുക്കിവിടെ ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ ഈ പ്രൈഡ് കമ്മ്യൂണിറ്റി, അതായത് ഫാമിലി വേണ്ട LGBTQ കമ്മ്യൂണിറ്റിയാണ്. പല സ്കൂളുകളിലും നിങ്ങൾക്ക് ഈ ബൈനറി ജെൻഡർ എന്നുള്ള പേരിൽ ജെൻഡർ എന്താണെന്ന് പോലും ചോദിക്കരുത് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളൊക്കെ പല സ്കൂളുകളിലും നടക്കുന്നുണ്ട്. അതേസമയം ഈ LGBTQ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇൻഫ്ലുവൻസർ പരിപാടികളും പല സ്കൂളുകളിലും നടക്കുന്നുണ്ട്. അമേരിക്കയെ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഈ പരിപാടികൾ ശക്തമായിട്ട് ഈ ലെഫ്റ്റിസ്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. അതിലൂടെ ആ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ സ്വാധീനിച്ച് ഒരു ഫാമിലി ലൈഫിലേക്ക് പോവാതിരിക്കാനും
അതേസമയം ഒരു പ്രൈഡ് കമ്മ്യൂണിറ്റിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ത്വര ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യാൻ ഈ ലെഫ്റ്റിസ്റ്റുകൾ കൂട്ടു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഊർജ്ജം കിട്ടുന്നത് കാർൽ മാർക്സിന്റെ ഇത്തരത്തിലുള്ള ബേസിക് പ്രിൻസിപ്പിളിൽ നിന്നാണ്. അതുപോലെ പാരൻസിന് കൊടുക്കുന്ന ഉപദേശം എന്താണ്? കുട്ടികളെ പഠിപ്പിക്കാനുള്ള ആ രീതി അത് സ്റ്റേറ്റ് ആണ് ചെയ്യേണ്ടത്. പബ്ലിക് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണം, അതും സ്റ്റേറ്റ് പറയുന്നത് പോലെ പഠിപ്പിക്കണം. പക്ഷേ സ്റ്റേറ്റ് പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. സ്റ്റേറ്റ് എന്താണ് പഠിപ്പിക്കുന്നതെന്നുള്ളത് പാരൻസിനെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല സ്റ്റേറ്റിനുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിസത്തിൽ സ്റ്റേറ്റ് അങ്ങനെ പാരൻസിനെ ബോധ്യപ്പെടുത്തില്ല. അടുത്തതാണ് ഡിക്റ്റേറ്റർഷിപ്പ്. ഓക്കെ, ഈ കമ്മ്യൂണിസം ഇങ്ങനെ പ്രചരിപ്പിച്ച കാർൽ മാർക്സ് എന്താണ് ഉദ്ദേശിച്ചത്? അപ്പം അന്ന് ക്യാപിറ്റലിസമോ മൊണാർക്കിയോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചതാണല്ലോ ഈ കമ്മ്യൂണിസം. അപ്പോൾ അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് അവസാനിപ്പിക്കുന്നത് ഡിക്റ്റേറ്റർഷിപ്പിലൂടെ, അതായത് സർവാധികാരം. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ട് വെക്കുന്നത്. കാരണം ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ കയ്യിൽ ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്, ഇല്ലെങ്കിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്, അയാൾ ഒരു 4-5 കമ്പനിക്ക് മുതലാളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള മുതലാളികളെ അവരുടെ കയ്യിൽ നിന്നും ഈ സ്വത്തുക്കൾ പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പോയിട്ട് നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ ഗവൺമെൻറ്റിലേക്ക് എഴുതി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്യുമോ? ചെയ്യില്ല. കാരണം അവനും നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അവനും സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസോടുകൂടി ജീവിക്കുന്ന പണം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ സ്വത്ത് സമ്പാദിച്ച് വെച്ചിരിക്കുന്നവനെതിരെ ആരോപണം ഉയർത്തി അവനെ പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു ബൂർഷയാക്കി ചിത്രീകരിക്കുക. ബൂർഷ മീൻസ് ശരിക്കും പറഞ്ഞാൽ ഇവൻ നമ്മളെ ചൂഷണം ചെയ്യുന്നു, ഇവൻ ഒപ്രസറാണ് എന്ന് പറഞ്ഞിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. കാറൽ മാർക്സ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അനുസരിച്ച് ഇയാളുടെ സ്വത്തുക്കളെ കാണിച്ച്, തീർച്ചയായിട്ടും കൂടുതൽ സ്വത്തുക്കളുള്ള ഒരാൾ അയാൾ അനധികൃതമായിട്ടാണ്, ചൂഷണം ചെയ്താണ് ഇത്തരത്തിൽ സ്വത്തുക്കൾ സമ്പാദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വികാരം വരും. അത്തരത്തിലുള്ള വികാരങ്ങളെയാണ് കാറൽ മാർക്സ് ഇവിടെ ഉപയോഗിക്കുന്നത്. ശരിക്കും കാറൽ മാർക്സ് ആണ് ഇവിടെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീ ഈസ് എ ബിഗ്ഗസ്റ്റ് ഒപ്രസർ. ടോപ്പ് മോസ്റ്റ് ഒപ്രസർ ആരാണെന്ന് ചോദിച്ചാൽ കാറൽ മാർക്സ് ആണ്. എന്നിട്ട് ഇത്രത്തോളം പൊതുജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുത്തുകൊണ്ട് ആ മുതലാളിയെ അവനെ കൺവിക്റ്റ് ചെയ്യുക, അവനെ അക്യൂസ്ഡ് ആക്കുക, പ്രോസിക്യൂട്ട് ചെയ്യുക, പിന്നീട് കൊലപ്പെടുത്തുക. അത് ഒന്നെങ്കിൽ നിയമപരമായിട്ട് കൊലപ്പെടുത്തുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഗുണ്ടകളെ വെച്ച് കൊലപ്പെടുത്തുക. എന്നിട്ട് അവൻ്റെ പ്രോപ്പർട്ടി അങ്ങ് എടുക്കുക. ടേക്ക് ഓവർ ദ പ്രോപ്പർട്ടി ഓർ ടേക്ക് ഓവർ ദ ഫാക്ടറി. എന്താണെന്ന് വെച്ചാൽ അത് ഗവൺമെൻറ്റിനോട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഇങ്ങനെയാണ് കമ്മ്യൂണിസത്തിലെ ഡിക്റ്റേറ്റേഴ്സ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടായ ഡിക്റ്റേറ്റേഴ്സ് ആണ് ചരിത്രത്തിലുടനീളം ജോസഫ് സ്റ്റാലിൻ ആയിക്കോട്ടെ, അതുപോലെ മാവോ ആയിക്കോട്ടെ, ചെഗുവേര ആയിക്കോട്ടെ, ലെനിൻ ആയിക്കോട്ടെ, ഇങ്ങനെ നമുക്ക് ചരിത്രത്തിൽ ഉടനീളം എണ്ണി പറയാവുന്ന ഡിക്റ്റേറ്റേഴ്സ് ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കമ്മ്യൂണിസത്തിൽ നിന്നും ഉണ്ടായതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 10 പോയിന്റ് ഇവർ പറയുന്നുണ്ട്. ഈ 10 പോയിന്റും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാം. ഒരു ഇൻഡിവിജ്വലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറി ആയിക്കോട്ടെ, സ്ഥലമായിക്കോട്ടെ, ഇതെല്ലാം തന്നെ അബോളിഷ് ചെയ്യപ്പെടണം. ഇൻഹെറിറ്റൻസ് അസറ്റ് പാടില്ല, അതായത് പിന്തുടർച്ച അവകാശ പ്രകാരമുള്ള ഈ അസറ്റ് കൈമാറ്റം അത് പാടില്ല. അതുപോലെ നോ ഫാമിലി അസറ്റ്. കൺഫിക്കേഷൻ ഓഫ് ഓൾ പ്രോപ്പർട്ടീസ് ഫ്രം റിബൽസ്, അതായത് ഈ കമ്മ്യൂണിസത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും അടിച്ചു പറിച്ച് എന്ത് ചെയ്തെങ്കിലും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുക. സെൻട്രലൈസേഷൻ ഓഫ് ദ ക്രെഡിറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിൻ്റെ കയ്യിലായിരിക്കണം കംപ്ലീറ്റ് സെൻട്രൽ കൺട്രോൾ, അതായത് പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇവിടെ നേരെ മറിച്ച് ഇന്നത്തെ ഒരു ചിന്താഗതിയും മനുഷ്യൻ്റെ ആ ഒരു പുരോഗതി അനുസരിച്ച്, ഒരു മോഡേണൈസ്ഡ് ചിന്താഗതി അനുസരിച്ച് മിനിമൽ ഗവൺമെൻറ് ആണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. മിനിമൽ ഗവൺമെൻറ്. കമ്മ്യൂണിക്കേഷൻ, മീഡിയ, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ അറിവോടെ ആയിരിക്കണം, വിത്ത് എ നോളജ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ താല്പര്യപ്രകാരം ആ ഗവൺമെൻറ് എന്താണോ പറയുന്നത് അത് മാത്രമേ മീഡിയയിലൂടെ സംസാരിക്കാൻ പാടുള്ളൂ. എക്സ്റ്റൻഷൻ ഓഫ് ഫാക്ടറി ഓണർഷിപ്പ്. ഫാക്ടറിയുടെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഫാക്ടറി വികസിപ്പിക്കുന്നുവെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ പെർമിഷനോടുകൂടി സ്റ്റേറ്റിലൂടെ മാത്രമേ നടത്താൻ പാടുള്ളൂ. കോമ്പിനേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, ഇതാണ് സ്റ്റാലിൻ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. അതായത് റഷ്യയിൽ, സോവിയറ്റ് ഫെഡറേഷൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ രാജ്യങ്ങളും കൃഷി ചെയ്ത് ആ പ്രോഡക്റ്റ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. ഫ്രീ എഡ്യൂക്കേഷൻ ഇൻ പബ്ലിക് സ്കൂൾ, അതായത് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം, ഗവൺമെൻറ് തരുന്ന സിലബസ് അനുസരിച്ച് പഠിപ്പിക്കണം. ഇപ്പോൾ ഈ പോയിൻ്റാണ് പ്രാഥമികമായിട്ട് കമ്മ്യൂണിസത്തിൽ ഇൻടാക്റ്റ് ആയിരിക്കുന്ന പോയിന്റുകൾ. ഇതിലെല്ലാം തന്നെ സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഡിക്റ്റേറ്റർഷിപ്പുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രാധാന്യം വഹിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്, പക്ഷേ ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. കാരണം ഈ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ എപ്പിസോഡിൽ തീരില്ല. അപ്പോൾ ഇവിടെ മിനിമൽ ഗവൺമെൻറ്റിനും സെൻട്രലൈസ്ഡ് പവർ ഹാൻഡിൽ ചെയ്യുന്ന ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ടുപോകുന്ന ഗവൺമെൻറ്റിനും വ്യത്യാസമുണ്ട്. പൊതുജനങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കില്ല.
മിനിമൽ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് ആക്ച്വൽ കമ്മ്യൂണിസം ഇല്ല എന്ന് ഞാൻ പറയുന്നത്, ഇവിടെയൊക്കെ വിവരാവകാശ നിയമപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കും. നമ്മൾ എന്തെങ്കിലും വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പൗരന് നൽകണം എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്നുണ്ടെങ്കിൽ വിവരാവകാശ നിയമമൊന്നും നടപ്പിലാവില്ല. ഈ വിവരാവകാശ നിയമം ക്യാൻസലാക്കാനുള്ള ഉത്തരവ് ഇടയ്ക്ക് കേരള ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.